ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? ഹായ് സർ. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അല്ലെങ്കിൽ അത്യാവശ്യം കൊണ്ട് എല്ലാ വിഷനും കംപ്ലീറ്റ് ആയതല്ലേ? കോളം ചാർട്ടിന്റെ എല്ലാ വേരിയേഷൻസുമായി ലൈൻ ചാർട്ട്, റിബൺ ചാർട്ട്, വാട്ടർഫോൾ ചാർട്ട്, ഗേജ് വിഷ്വൽ, കാർഡ്, സ്ലൈസർ, ടേബിൾ, മെട്രിക്സ്, സ്ലൈസർ ന്യൂ, കാർഡ് ന്യൂ ഒക്കെ എടുത്തതല്ലേ? പിന്നെ ഡ്രിൽ ഡൗൺ, ഡ്രിൽ ത്രൂ, ബട്ടൺസ്, നാവിഗേറ്റർ, ബുക്ക് മാർക്ക്, സിംഗിൾ സ്ലൈസർ, സെലക്ഷൻ പെയിന്, ഗ്രൂപ്പിങ്ങിന്റെ കോൺസെപ്റ്റ്, പിന്നെ ഒരു കോളത്തിലെ വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യാനും ഫീൽഡ്സിനെ കൺട്രോൾ ചെയ്യാനും എല്ലാം എടുത്തിട്ടില്ലേ? ഇൻസേർട്ട് ടാബ്, മോഡലിംഗ് ടാബില് പാരാമീറ്റേഴ്സ്, ന്യൂമറിക് റേഞ്ച്, ഫീൽഡ്സ് കൊടുത്തതല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ക്വിക്ക് മെഷർ എടുത്തതല്ലേ? സ്റ്റാർ റേറ്റിംഗ്. അത് ബാക്കിയില്ലേ? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും കംപ്ലീറ്റ് ആയതല്ലേ? മോഡൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്, ഇനിയൊന്നും എടുക്കാനൊന്നുമില്ല കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നാളെ കൊണ്ട് പവർ ബൈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ആയി. Okay. എല്ലാവരും ആ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആയതാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതെങ്കിലും കാര്യം ഞാൻ ക്ലാസ്സിൽ എടുത്തു തരാന്ന് പറഞ്ഞിട്ട് എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ മിസ് ചെയ്തിട്ടുണ്ടോ? ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ? അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ട് ഞാൻ മിസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് മിസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ അങ്ങനെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് രണ്ട് ടേബിൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒരു ആക്റ്റീവ് റിലേഷൻഷിപ്പേ പറ്റൂ, ബാക്കിയെല്ലാം ഇൻആക്റ്റീവ് മാത്രമേ ഉണ്ടാക്കൂ. അത് നിങ്ങളോട് ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തു നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? അത് രണ്ട് ടേബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് പോസിബിൾ ആണ്. ഒന്ന് മാത്രം ആക്റ്റീവ് ഉണ്ടാവും, ബാക്കിയെല്ലാം ഇൻആക്റ്റീവ് ആയിരിക്കും. അതിനൊരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലയോ അതാ ചോദിച്ചു. നോക്കിയിട്ടുണ്ടോ? ഓൺലൈൻ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ആരെങ്കിലും എല്ലാവരും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അത് എല്ലാം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അതിനെല്ലാം അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്കായിട്ട് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് പഠിക്കാനുള്ള ടോപ്പിക് ഒന്നും തന്നിട്ടില്ല എന്റെ ഒരു വിശ്വാസം അല്ലേ. കുറച്ച് വിഷ്വൽ ഞാൻ നിങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നോക്കിയില്ലോ എനിക്കറിയില്ല. ഏതൊക്കെയായിരുന്നു? ഫണൽ ചാർട്ട്, സ്കാറ്റർ പ്ലോട്ട്, ട്രീ മാപ്പ്, അങ്ങനെ കുറച്ച് വിഷ്വൽ ഞാൻ നിങ്ങളോട് നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ. നോക്കിയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ഞാൻ അവിടെ വേണമെങ്കിൽ ജസ്റ്റ് റിപ്പോർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു ഗ്ലോബിന്റെ ഷേപ്പിലൊക്കെ മാപ്പ് വേണമെങ്കിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്താലുള്ളത് കാണിച്ചു തരാം. നിങ്ങളിപ്പോ റിപ്പോർട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും, മാപ്പ് ഉണ്ടാവും, പക്ഷെ ഇത് ഗ്ലോബിന്റെ ഷേപ്പിലൊക്കെ ഉണ്ടാവും. അതിങ്ങനെ എന്താണ്, ഒരു ഓർത്തോഗ്രാഫിക് ഷേപ്പിലൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന മാപ്പ് കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. അതിന് ബിൽഡ് പെയിനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു ഷേപ്പ് മാപ്പ് എന്ന് പറഞ്ഞ വിഷ്വൽ കാണാൻ പറ്റും. ഷേപ്പ് മാപ്പ്. ഷേപ്പ് മാപ്പ് സെലക്ട് ചെയ്യാം. ഇതിലോട്ട് എന്താണോ ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് കൺട്രി വിത്ത് ഫ്ലാഗ് URL, കൺട്രി ആൻഡ് ജസ്റ്റ് ലൊക്കേഷനിലോട്ട് ആഡ് ചെയ്തു.
വിഷ്വൽ ക്രിയേറ്റ് ആയി. ഇതിനെ എന്ത് ചെയ്യണം? ഇതിപ്പോ നോർമൽ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന കൺട്രി നമുക്ക് അവിടെ കാണിച്ചു തരും. ഞാൻ എന്ത് ചെയ്യാം? അതിന്റെ ഫോർമാറ്റ് പെയിനിലോട്ട് വരുമോ? അപ്പൊ അവിടെ മാപ്പ് സെറ്റിംഗ്സ് കാണാൻ പറ്റും. അപ്പൊ മാപ്പ് ടൈപ്പിൽ ഇപ്പൊ ഏതാ ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ആയിരിക്കുന്നത്? USA സ്റ്റേറ്റ്സ്. അങ്ങനെ ഓരോന്നും അവിടെ കാണാൻ പറ്റും. ഇതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള ഓരോ കണ്ടീഷൻസ്. കാണുമ്പോൾ അവിടുത്തെ മാത്രം വരും. മെക്സിക്കോ ആണെങ്കിൽ മെക്സിക്കോലത് മാത്രം വരും. അങ്ങനെ ഓരോന്നുണ്ട് അവിടെ. അടുത്തൊന്ന് കാണാൻ പറ്റും കസ്റ്റം മാപ്പ്. അത് മാപ്പിന് വേണ്ടിയിട്ട് ഒരു ജേസൺ ഫയൽ നമുക്ക് പുറത്ത് എഴുതി ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കസ്റ്റം ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ആ ജേസൺ ഫയൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ ജേസൺ ഫയൽ എങ്ങനെയുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ജേസൺ ഫയൽ. കണ്ടോ? അതിന്റെ സോഴ്സ് എങ്ങനെയാണ് കാണിക്കുന്നത്? ജേസൺ. ജേസൺ എന്ന് പറഞ്ഞാൽ എന്താ ഫുൾ ഫോം? ജാവാ സ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ. ജാവാ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന ഒരു ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കുറെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു മാപ്പിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച തീമാണ്. എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തുണ്ടോ? ആഡ് എ മാപ്പ് ടൈപ്പ്. ബ്രൗസ് ചെയ്യാം. ജസ്റ്റ് എന്റെ സിസ്റ്റത്തില് ഇതിന്റെ അകത്ത് ആ ജേസൺ ഫയൽ മാത്രമേ കാണിച്ചു തരുള്ളൂ. അത് ജേസൺ സൈസ് സപ്പോർട്ട് ആവും. സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ. ഒരു നോർമൽ വ്യൂ വന്നു. ഇതിന്റെ താഴെ ഇതിന്റെ പ്രൊജക്ഷൻ കാണാൻ പറ്റും. അത് മാറിയിട്ട് എന്ത് ചൂസ് ചെയ്യാം? ഓർത്തോഗ്രാഫിക്സ് ഉണ്ടോ? ഒരു ഗ്ലോബ് പോലെ ഉണ്ടാവും. ഇതിന്റെ പുറകില് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് തീമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലോബ് പോലെ നിങ്ങൾക്ക് അവിടെ എഫക്റ്റ് വരുന്ന കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു സ്ലൈസർ വെച്ചിട്ട് കാണിച്ചു തരാം. സ്ലൈസറിലോട്ട് ഞാൻ ആ സെയിം കൺട്രി വിത്ത് ഫ്ലാഗ് URL കണ്ട് തന്നെ ആഡ് ചെയ്തു. ഇവിടെ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ അത് ഇവിടെ സൂം ഇൻ സൂം കണ്ടോ? അത് മാത്രം അവിടെ ഹൈലൈറ്റ് ചെയ്യും. ആ കൺട്രി അവിടെ ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യും. അപ്പൊ താഴത്തോട്ട് വരുമ്പോൾ ഇന്ത്യ ഉണ്ട്. ഇന്ത്യ സെലക്ട് ചെയ്യുമ്പോൾ ഇന്ത്യനെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് ഒരു വിഷ്വലിൽ ഒരു ഗിമ്മിക്സ് കാണിക്കും. അതല്ലാതെ വേറെ ഇതിന് ഫംഗ്ഷനാലിറ്റി ഒക്കെ വളരെ കുറവാണ്. ഇനി അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? സൂം എന്ന ഓപ്ഷനിൽ കാണാൻ പറ്റും. സൂം ഓൺ സെലക്ഷൻ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്ന പോയിന്റ് മാത്രം. ഓക്കെ, അപ്പോൾ സെലക്ട് ചെയ്യുന്ന പോയിന്റ് സൂം ആയിട്ട് വരുന്നുണ്ടോ? അപ്പൊ ഐസ്ലാൻഡ് സെലക്ട് ചെയ്തെങ്കിൽ ആ പോർഷൻ സൂം ആയിട്ട് വരും. ഇന്തോനേഷ്യ ഉണ്ട്. ഒന്ന് സെലക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു ഗ്ലോബിന്റെ ഐക്കണും കാണാൻ പറ്റും. അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ആ ഒരു ജേസൺ ഫയൽ ആവശ്യമായിട്ടുണ്ട്. അത് മാത്രം അവിടെ വരുന്ന എക്സ്ട്രാ സെറ്റിംഗ്സ് ഉള്ളൂ. ഇതിൽ ഒരുപാട് കസ്റ്റം മാപ്പ് അവൈലബിൾ ആണ്. അതിന് വേണ്ടിയുള്ള ജേസൺ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഇതൊരു ഗ്ലോബ് ഷേപ്പിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ ഒരു മാപ്പ് അവിടെ യൂസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഓരോ സെലക്ട് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിൽ കണ്ടു നിങ്ങൾക്ക് ഓരോ കൺട്രീസിന്റെ പേരൊക്കെ എഴുതിയിട്ട് അതിന്റെ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ടോപ്പോളജി ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് അതിൽ എഴുതിയിട്ടുണ്ട്. ഇത് റീഡ് ചെയ്ത് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. വലിയൊരു ഫയലാണ്. ആ ഫയലാണ് നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ? ഒന്ന് ക്രിയേറ്റ് ചെയ്തോളൂ. ഞാൻ ജേസൺ ഫയൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഹലോ സർ. പറഞ്ഞോളൂ. സാർ ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ സാർ. അപ്പം ജസ്റ്റ് ഈ ഒരു ഷേപ്പിൽ വരുന്ന മാപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഗ്ലോബിന്റെ ഒക്കെ രൂപത്തിൽ വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മാപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. അതിനെന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷേപ്പ് മാപ്പ് സെലക്ട് ചെയ്യുക. ഷേപ്പ് മാപ്പ് ഇവിടെ ബിൽഡ് പെയിനിൽ ഷേപ്പ് മാപ്പ് കാണാൻ പറ്റും. അത് ചൂസ് ചെയ്യുക. അതിലോട്ട് ഞാൻ എന്ത് ആഡ് ചെയ്തു? കൺട്രി വിത്ത് ഫ്ലാഗ് URL കൺട്രി ലൊക്കേഷനിലോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം അതിന്റെ ഫോർമാറ്റ് പെയിനിൽ മാപ്പ് സെറ്റിംഗ്സിൽ നമുക്ക് വേണ്ട മാപ്പ് അത് ഏത് ഏരിയന്റെ ബേസിലാണ് ചൂസ് ചെയ്യാൻ പറ്റും. അതിന് പകരം ഞാൻ ചെയ്തു കസ്റ്റം ആയിട്ടുള്ള ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു ജേസൺ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ക്രിയേറ്റ് ചെയ്തല്ല, ഇൻബിൽട്ട് ആയിട്ട് അവൈലബിൾ ആണ്. അത് ഇവിടെ എന്ത് ചെയ്തു? ഞാൻ ബ്രൗസ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതാണ് ആ ഒരു ജേസൺ ഫയൽ. ഓപ്പൺ ചെയ്യുന്നു. പക്ഷെ അതിന്റെ പ്രൊജക്ഷൻ നേരെ ഓർത്തോഗ്രാഫിക്സിലോട്ട് മാറ്റി പോകും.
അവിടെ സെലക്ട് ചെയ്യുന്ന കൺട്രി മാത്രം എനിക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ. ഇനി ഇവിടെ സൂം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുമ്പോൾ അത് മാത്രം സൂം ആവുന്നുണ്ടോ. ഇപ്പൊ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ കാണാൻ പറ്റും. ഇങ്ങനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല, അത്രയൊന്നും പോസിബിലിറ്റി ഇല്ല. പിന്നെ ഓട്ടോ സൂം ആണെങ്കിൽ ഓട്ടോ സൂം കൊടുത്തു കഴിഞ്ഞാൽ ശേഷം വരെ ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഒരു പോർഷൻ സൂം ആയി പോകും. ക്ലിയർ ആവുന്നുണ്ടാവും പറയും. യെസ് സാർ. നിങ്ങൾ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിൽ മാപ്പൊക്കെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് വെക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതിന് കാണിച്ചു തന്നു മാത്രം. ഓൺലൈനിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയേ. പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഓൺലൈൻ ബാക്കിലേഴ്സ് ഉണ്ട്. അക്ഷയ്, ആര്യ, ജോഷിൻ, രുക്മണി, സന്ദീപ് ചെയ്യുന്നുണ്ടോ? ആ ചെയ്യുന്നുണ്ട് സാർ. എന്റെ സിസ്റ്റം കുറച്ച് സ്ലോ ആയിട്ട് വാട്സപ്പിൽ നിന്ന് കണക്ട് ചെയ്തെടുക്കാൻ ടൈം എടുക്കുന്നു. ഓക്കെ. എല്ലാവരും മറ്റേ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തോ? 3 പേജ് വരുന്ന റിപ്പോർട്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? ആ യെസ് സാർ. ഓൺലൈൻ ഓക്കെ. ഓൺലൈൻ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ബാക്കിയില്ലേ? യെസ് സാർ. ഓക്കെ. എല്ലാവരും അത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഒന്ന് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്ത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ആ പേജിൽ ആ ഒരു റിപ്പോർട്ടിൽ ഒരുപാട് പേജസ് ഉണ്ടോ ചെക്ക് ചെയ്യുക. അപ്പൊ ആ 3 പേജസ് മാത്രമേ ഉള്ളെങ്കിൽ അതുപോലെ വെക്കുക. ചിലപ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ വേണ്ടി എക്സ്ട്രാ പേജ് ആഡ് ചെയ്തിട്ടുണ്ടാവും.
മൂന്നെണ്ണം മെയിനും ബാക്കി എക്സ്ട്രാ പേജസ് ഉണ്ടാവും. അപ്പൊ എക്സ്ട്രാ പേജസ് ജസ്റ്റ് എന്ത് ചെയ്യാം, അതിനെ മുകളിൽ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഹൈഡ് ചെയ്യുക. ഇത് ആവശ്യമില്ലാത്ത പേജസ് ഒക്കെ എന്ത് ചെയ്യുക, ഹൈഡ് ചെയ്യുക. ആവശ്യമുള്ളത് മാത്രം അവിടെ ഷോ ചെയ്ത് നോക്കുക. എന്നിട്ട് നേരെ ഫയലിൽ വന്നിട്ട് ഇവിടെ ഇമ്പോർട്ട് അല്ല എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ എന്ത് കാണാൻ പറ്റും, എക്സ്പോർട്ട് ടു PDF. അതുപോലെ PDF കൺവേർട്ട് ചെയ്ത ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്തെല്ലാവരും. നിങ്ങൾ ചെയ്ത റിപ്പോർട്ട് PDF കൺവേർട്ട് ചെയ്തിട്ട് എല്ലാവരും ഗ്രൂപ്പിലോട്ട് ഒന്ന് ഷെയർ ചെയ്ത് ഓൺലൈൻ ചെയ്താൽ മതി. ഓഫ്ലൈൻ ഇപ്പോൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞവർക്ക് ഒന്ന് PDF കൺവേർട്ട് ചെയ്ത് എന്നിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് എല്ലാവരും. ഓൺലൈൻ എന്താ ചെയ്യേണ്ടത് ക്ലിയർ ആയില്ലേ? Yes, sir. Clear. Yes, sir. ഓഫ്ലൈൻ ചെയ്ത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടോ എല്ലാവരും. ഹലോ ഹലോ സാർ. പറഞ്ഞോളൂ. അതെ സാർ, എനിക്ക് മറ്റേ മൂന്നാമത്തെ സ്ലൈഡിലെ ആവറേജ് സെയിൽസ് പെർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആ വാല്യൂ എന്താന്ന് മാത്രം മനസ്സിലായില്ല. അത് ചെയ്തിട്ടില്ല. ഞാൻ ആവറേജ് സെയിൽസ് പെർ സ്റ്റേറ്റ് എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ടാകും. ആവറേജ് അല്ല, ടോപ്പ് 5 പ്രോഫിറ്റ്. അതല്ല ഈ സൈഡില് കാർഡ്. ഓക്കെ, അതൊന്നുമില്ല. ടോട്ടൽ എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ് ഉണ്ടോ അതിൽ ആവറേജ് എത്ര എന്നുള്ളത്. അതായത് ടോട്ടൽ സെയിൽസ് ഡിവൈഡ് ബൈ സ്റ്റേറ്റിന്റെ കൗണ്ട് അത്രയുള്ളൂ. ഇപ്പൊ ഒരുപാട് സ്റ്റേറ്റ് ഉണ്ടാവുമല്ലോ, ആ ആ ഒരു കൺസെപ്റ്റ് അത്രയായിരുന്നു. ആ അത് ചെയ്തിട്ടില്ല. ഓക്കെ, അത് ചെയ്തത് വരില്ല. PDF ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത്. ആ ഓക്കെ.
ഇല്ലെങ്കിൽ അതിൽ റേഞ്ച് കൂട്ടി വെച്ചോ, അതിൽ റേഞ്ച് മാറ്റാൻ പറ്റും. നിങ്ങൾ ഈ കാർഡ് വിഷലൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ? നിങ്ങൾ തന്നെ മാനുവലി പോയിട്ട് ഒരുപാട് കാർഡ് ക്രിയേറ്റ് ചെയ്യണ്ടാവും. ഫസ്റ്റ് ഒരു കാർഡ് വിഷൽ ക്രിയേറ്റ് ചെയ്യുക, ഒറ്റൊന്ന് വൃത്തി ക്രിയേറ്റ് ചെയ്താൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു കാർഡ് വിഷൽ സെലക്ട് ചെയ്തു, അതിലോട്ട് എന്ത് ചെയ്തു, ടോട്ടൽ സെയിൽസ് ആഡ് ചെയ്തു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, അതിന്റെ കോൾ ഔട്ട് വാല്യൂ പോയിട്ട് അവിടെ എടുത്ത് കെട്ടി അതിന്റെ ഫോണ്ട് സ്റ്റൈൽ ഞാൻ ഏരിയൽ ബ്ലാക്ക് ചൂസ് ചെയ്തു. അതിനുശേഷം കാറ്റഗറി ലേബൽ വന്നിട്ട് അതിന്റെ സൈസിനൊരു 16 പാസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ സൈസ് ആൻഡ് സ്റ്റൈലിൽ വന്നിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓൺ ചെയ്തു. അതിനൊരു ബോർഡർ ആഡ് ചെയ്ത് കൊടുത്തു. ബോർഡറിന്റെ കോർണർ ഒക്കെ റൗണ്ട് ആക്കി വെച്ചു. ഓക്കെ, എന്നിട്ട് അതിന്റെ സൈസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി കറക്റ്റ് അവിടെ പ്ലേസ് ചെയ്യും. ഇനി ഇതുപോലെ അടുത്തൊരു കാർഡ് വിഷൽ വേണം. നിങ്ങൾ നോർമലി പോയിട്ട് എന്താ ചെയ്യുക, വീണ്ടും കാർഡ് വിഷൽ സെലക്ട് ചെയ്യും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഫസ്റ്റ് ഒരു കാർഡ് പ്രോപ്പർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക, എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യുക, എന്ത് റിമൂവ് ചെയ്യുക, ടോട്ടൽ സെയിൽസ് റിമൂവ് ചെയ്ത് അതിലോട്ട് കോസ്റ്റോ ഇനി പ്രോഫിറ്റ് ആണോ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാനുണ്ടാവും. ഇനി വീണ്ടും എന്ത് ചെയ്യുക, അതൊന്നുകൂടെ കോപ്പി പേസ്റ്റ് ചെയ്യുക, അതിന് പ്രോഫിറ്റ് റിമൂവ് ചെയ്യുക, അതിലോട്ട് പ്രോഫിറ്റ് മാർജിൻ വേണമെങ്കിൽ പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്യുക. പെട്ടെന്ന് കാര്യങ്ങൾ ക്രിയേറ്റ് ആവുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം ആദ്യമേ ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് ഓരോന്നിലും പോയിട്ട് ഫോർമാറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നിൽ ചെയ്യാൻ എടുത്ത് അതേ സമയം തന്നെ അടുത്തതിലും നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാം. ഇതുപോലെ ചില ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഈവൺ ഇനി കോളം ചാർട്ട് ആയാലും പൈ ചാർട്ട് ആയാലും ഇതേ കൺസെപ്റ്റ് തന്നെ. പക്ഷെ അവിടെ ചെയ്യുമ്പോൾ കോളം ചാർട്ടും പൈ ചാർട്ടും ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു കോളം ചാർട്ട് ക്രിയേറ്റ് ചെയ്തു. കാർഡ് വിഷൽ അത്ര വലിയ ഇഷ്യൂ ആയിട്ട് വരില്ല കോപ്പി പേസ്റ്റിംഗ്. പക്ഷെ കോളം ചാർട്ടൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ കോളം ചാർട്ട് ക്രിയേറ്റ് ചെയ്തു. ഞാൻ y ആക്സിലോട്ട് പ്രോഫിറ്റും x ആക്സിലോട്ട് കൗണ്ട് ആഡ് ചെയ്തു. ഓക്കെ, ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ട് ആഡ് ചെയ്തു. ഇനി ഇവിടെ എനിക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ വേണം. ടോപ്പ് 10 കൗണ്ടി മാത്രം ഡിസ്പ്ലേ ആയാൽ മതി. എന്ത് ചെയ്തു, നേരെ ഫിൽറ്റേഴ്സിലോട്ട് വന്നു, കൗണ്ടി ടോപ്പ് 10 എന്തിനെ ബേസ് ചെയ്തിട്ടാ, പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒബ്വിയസ്ലി. പ്രോഫിറ്റ് അപ്ലൈ. ഇനി കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം, കോളംസ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഗ്രേഡിയൻ, പ്രോഫിറ്റ്. ഞാനിവിടെ ഇതിന് ബ്ലാക്കും ഇതിന് റെഡും ലൈറ്റ് കുറവിന് റെഡും പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ക്രിയേറ്റ് ആയി. തൽക്കാലം ഞാൻ അവിടുന്ന് ലെജൻഡ് ഓഫ് ചെയ്ത് വെച്ചു. ഇത് ചെയ്തെല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി ഇതുപോലെ എനിക്ക് ഓരോ പ്രൊഡക്റ്റും അതിന്റെ ക്വാണ്ടിറ്റീനെ ബേസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്തു, ഞാനിത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്തു ഈസി പ്രോസസ്സിന് വേണ്ടിയിട്ട്. ഇത് കോപ്പി പേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, കൺട്രിന്നും എക്സ് എന്നും വൈ എന്നും മാത്രം ആൾക്കാർ റിമൂവ് ചെയ്യും. വിഷ്വൽ ക്രിയേറ്റ് ചെയ്യും. എന്താണ് വരാൻ പോകുന്ന ഇഷ്യൂ ഞാൻ കാണിച്ചുതരാം. എന്താണ്, എനിക്ക് ക്വാണ്ടിറ്റീനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യും, വൈ ആക്സിലോട്ട് ക്വാണ്ടിറ്റിയും എക്സ് ആക്സിലോട്ട് ആരായിരിക്കും വരുക, പ്രൊഡക്റ്റ് ഡാറ്റയില് പ്രൊഡക്റ്റിന്റെ പേരും. ഇവിടെയും കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ആയി, പക്ഷെ പ്രോപ്പർ രീതിയിലാണ് വന്നിരിക്കുന്നത്. അല്ല, ബ്ലാക്ക് വേറെ എവിടെയൊക്കെയാണ് വന്നിരിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാ, ഇത് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത ഫോർമാറ്റ് അതേപോലെ ഇങ്ങോട്ട് കോപ്പി ആയി. മീൻസ് ഇവിടെ എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അപ്ലൈ ചെയ്ത്, പ്രോഫിറ്റിന്റെ മിനിമം മാക്സിമം. അതുപോലെ ഇവിടെ എന്തായി, ക്വാണ്ടിറ്റിന്റെ മിനിമം മാക്സിമം അല്ല, അതെന്തായി മാറി, ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റിന്റെ മിനിമം മാക്സിമം ആയി. അപ്പൊ അവിടെയും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ച് ചെയ്യേണ്ടി വരും. കോളത്തിന്റെ അവിടെ കണ്ടീഷൻ പറയുമ്പോൾ സെലക്ട് ചെയ്ത് കാണാൻ പറ്റുമോ, പ്രോഫിറ്റ് ആണ് സ്റ്റിൽ അവിടെ കിടക്കുന്നത്. എനിക്ക് ഇവിടെ പ്രോഫിറ്റ് ആണോ വേണ്ട വരുക, അല്ല ഇവിടെ എന്തായിരിക്കും വേണ്ട വരുക, ക്വാണ്ടിറ്റി ആയിരിക്കും വേണ്ട വരുക. സെലക്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ വരുന്ന വേരിയേഷൻ കാണാം. ഇതൊരു ഇഷ്യൂ. ഇനി ഇവിടെ എന്ത് ചെയ്യണം, ഫിൽട്ടർ അപ്ലൈ ചെയ്യേണ്ടി വരും. ടോപ്പ് 10 ടോപ്പ് 5 ആക്കേണ്ടി വരും. അപ്പൊ ഫിൽട്ടർ അപ്ലൈ വരുമ്പോൾ അവിടെ ഓൾറെഡി ഒരാൾ നമ്മൾ അറിയാതെ കയറി കിടക്കുന്നുണ്ട്, കണ്ടോ. അപ്പുറത്ത് അപ്ലൈ ചെയ്ത ഫിൽട്ടർ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പുറത്ത് എന്തായി, നമ്മൾ അറിയാതെ അതിന്റെ അകത്ത് അറിയാതിരിക്കുന്നുണ്ടോ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റിമൂവ് ചെയ്ത് കളയേണ്ടി വരും. പിന്നെ ഇതിനേക്കാളും വലിയൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന അടുത്തൊരാളുണ്ട്.
പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ ടൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. ഇവിടെ ഇപ്പൊ അപ്ഡേറ്റ് ആയി, എല്ലായ്പ്പോഴും ചിലപ്പോൾ എന്താവണമെന്നില്ല, ടൈറ്റിൽ അപ്ഡേറ്റ് ആവണമെന്നില്ല. അപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാവും. അത് മൊത്തം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വിഷ്വൽസ് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. കാർഡ് കോപ്പി പേസ്റ്റിന് ഇത്ര വലിയ ഇഷ്യൂ ഇല്ല. പക്ഷെ വിഷ്വൽ ഇതുപോലെ ഷോർട്ട് കട്ടിന് വേണ്ടി കോപ്പി പേസ്റ്റ് ചെയ്ത് മാറ്റുമ്പോൾ ഇതുപോലെ തന്നെ ഓരോ ഇഷ്യൂസ് ഉണ്ടാവും. എന്തൊക്കെയാണ് വരാൻ പോകുന്നതിൽ ക്ലിയർ ആയില്ലേ? ഓൺലൈൻ ക്ലിയർ ആയി, എന്താ പറഞ്ഞിരിക്കുന്നത്? Yes, sir. ഓക്കെ, ബാക്കിയുള്ളവർ ക്ലിയർ ആയോ? യെസ് സർ. ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം, പക്ഷെ അതിന് വീണ്ടും അതിന്റെ പുറകിൽ നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങൾ വീണ്ടും ഷോർട്ട് ആയിട്ട് വർക്കാവും. അതുകൂടെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് പോയിക്കോളൂ, ഇല്ലെങ്കിൽ നോർമലി പോയി. പക്ഷെ കാർഡ് ചെയ്യുമ്പോൾ വെറുതെ എന്ത് ചെയ്യണ്ട, ഓരോ കാർഡ് ഉണ്ടാക്കിയിട്ട് അതിൽ ഫോർമാറ്റ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടോ, നേരെ എന്ത് യൂസ് ചെയ്താൽ മതി, കോപ്പി പേസ്റ്റ് യൂസ് ചെയ്താൽ മതി. ഈവൻ സ്ലൈസർ ആണെങ്കിലും അതേ കൺസെപ്റ്റ് തന്നെ. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ഒരു സ്ലൈസർ ക്രിയേറ്റ് ചെയ്യണം, എന്ത് ചെയ്തു, 5-6 സ്ലൈസർ ക്രിയേറ്റ് ചെയ്യണം. ചിലപ്പോൾ എല്ലാം എന്തായിരിക്കും, ഡ്രോപ്പ് ഡൗൺ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്ലൈസർ പ്രോപ്പർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ സ്റ്റൈൽ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക, ഡ്രോപ്പ് ഡൗൺ, അതിൽ ചെയ്യേണ്ട എല്ലാ സെറ്റിങ്സും ചെയ്യുക. അടുത്ത സ്ലൈസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, അത് കോപ്പി പേസ്റ്റ് ചെയ്യുക, അതിന് എന്ത് ചെയ്യുക, ആ ഫീൽഡ് റിമൂവ് ചെയ്തിട്ട് പ്രൊഡക്റ്റിന്റെ പേരാണ് അത് ആഡ് ചെയ്താൽ മാത്രം മതി ഉണ്ടാവും. സ്ലൈസറും കാർഡും കോപ്പി പേസ്റ്റും അത്ര വലിയ ഇഷ്യൂ വരില്ല. പക്ഷെ വിഷ്വൽ അങ്ങനെയല്ല. ആ ഒരു വിഷ്വലകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മൊത്തം സെക്കൻഡ് വിഷ്വലിന്റെ അകത്ത് വർക്ക് ആവുന്നുണ്ടാവും. അപ്പോൾ റിമൂവ് ചെയ്യേണ്ടതൊക്കെ എല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, എല്ലാവർക്കും ഷോർട്ട് കട്ട് യൂസ് ചെയ്യുമ്പോൾ പവർ ബിയിൽ നമ്മൾ അറിയാതെ ഇതുപോലെ ഒരുപാട് ഇഷ്യൂസ് സംഭവിക്കും കേട്ടോ. ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ഇഷ്യൂസ്. ഓക്കെ, ഓൺലൈൻ ഓക്കെ അല്ലല്ലോ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ? Yes, sir. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡാറ്റ സെക്യൂരിറ്റിയുടെ കൺസെപ്റ്റ് ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്തുകൊണ്ട് പവർ ബി എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, പവർ ബിയുടെ അകത്ത് എന്തുണ്ട്, ഹൈ ലെവൽ ഡാറ്റ സെക്യൂരിറ്റി. പക്ഷെ നമ്മൾ ഇതുവരെ ഡാറ്റയെ സെക്യൂർ ചെയ്തോ? എപ്പോഴായിരിക്കും ഡാറ്റയെ സെക്യൂർ ചെയ്യേണ്ടി വരുമോ? നമ്മൾ ചെയ്ത റിപ്പോർട്ട് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഡാറ്റനെ സെക്യൂർ ചെയ്യേണ്ടി വരുമോ? അല്ലാതെ ഡെവലപ്പറുടെ സൈഡിൽ നമുക്ക് ഒരിക്കലും ഡാറ്റനെ സെക്യൂർ ചെയ്യാൻ പറ്റില്ല. ഡെവലപ്പർക്ക് എന്ത് കാണാൻ പറ്റും, മൊത്തം ഡാറ്റയും കാണാൻ പറ്റും. ഡാറ്റ കാണാതെ ഡെവലപ്പർക്ക് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഡെവലപ്പർക്ക് എപ്പോഴും മുഴുവൻ ഡാറ്റയിലും ആക്സസ് ഉണ്ടാവും. പക്ഷെ ഇത് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് സൂക്ഷിക്കേണ്ടത്, ഇത് ഷെയർ ചെയ്യുന്നവർക്ക് എന്ത് ഡാറ്റ കാണണം, അത് ഏത് രീതിയിൽ ഷെയർ ആവണം എന്നൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഡെവലപ്പർക്ക് എല്ലാം കാണാമെന്ന് വിചാരിച്ചിട്ട് അത് വേറെ രീതിയിലൊന്നും യൂസ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഞങ്ങൾക്ക് അവിടെ സ്ട്രിക്റ്റ് വാർണിങ്സും കാര്യങ്ങളും ഉണ്ടാവും, അതുപോലെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ഡാറ്റ സെക്യൂരിറ്റി സെറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു ഡാറ്റയുടെ അകത്ത് എത്ര കൗണ്ടീസിന്റെ ഡാറ്റയുണ്ട്, 22 കൗണ്ടീസ്. ഇപ്പൊ ഞാൻ ഈ ചെയ്ത റിപ്പോർട്ട് വേറൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ, ഇപ്പൊ ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിലെ ഒരു യൂസർക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പൊ അവർക്ക് എന്ത് കാണാം, അവരുടെ കൗണ്ടിയിലെ ഡാറ്റയും കാണാൻ പറ്റും, അതിന്റെ കൂടെ ബാക്കി 21 കൗണ്ടീസും അവർക്ക് ആക്സസിബിൾ ആയിരിക്കും. ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ട് മാത്രമല്ല ഷെയർ ആവുന്നത്, അതിൻ്റെ കൂടെ ആരും പോവും, അതിനെ കണക്ട് ചെയ്യുന്ന ഡാറ്റ കൂടെ ഷെയർ ആവും. ക്ലിയർ ആയോ? അപ്പൊ അവിടെ എന്ത് ചെയ്യണം, ഡാറ്റയെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. ഞാൻ ലോസ് ഏഞ്ചൽസ് കൗണ്ടിൽ ഒരാൾക്കാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന റെസ്ട്രിക്ഷൻ എന്തായിരിക്കും, ആ കൗണ്ടിൽ ആള് മാത്രം ആ റിപ്പോർട്ട് അതിന്റെ ഡാറ്റ മാത്രം ആള് കണ്ടാൽ മതി. ബാക്കിയിൽ 21 കൗണ്ടിയുടെ ഡാറ്റ അവിടെ എന്താണ്, റെസ്ട്രിക്റ്റ് ആയി പോകും. അപ്പൊ അതാണ് കൺസെപ്റ്റ്. അതിനെന്ത് ചെയ്യണം, 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നതും അതിനുശേഷം അതിന്റെ ബാക്കി കോൺഫിഗറേഷൻ പവർ ബേസ് സർവീസിൽ സെറ്റ് ചെയ്യുന്നതും. എവിടെ നമ്മൾ റിപ്പോർട്ട് ഷെയർ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, സർവീസ് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ സർവീസിലോട്ട് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് എന്ത് ചെയ്യണം, പവർ ബൈ ഡെസ്ക്ടോപ്പിൽ അതിന്റെ ഒരു കോൺഫിഗറേഷൻ ബിൽഡ് ചെയ്യണം. ഈ ഒരു കൺസെപ്റ്റ് വിളിക്കുന്ന പേരാണ് റോ ലെവൽ സെക്യൂരിറ്റി, RLS, റോ ലെവൽ സെക്യൂരിറ്റി. അതായത് ഡാറ്റയെ റോ ലെവലിൽ ഫിൽട്ടർ ചെയ്ത് സെക്യൂർ ചെയ്യാം.
ഇത് ഒരാൾക്ക് കാണേണ്ട ഡാറ്റയെ മാത്രം എന്ത് ചെയ്യുക, ഫിൽട്ടർ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് അതിന്റെ പേര് എന്ത് വന്നിരിക്കുന്നത്, റോ ലെവൽ സെക്യൂരിറ്റി. ഓക്കെ, അപ്പൊ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കാണിച്ചുതരാം. അതിന് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഓരോ യൂസർക്കും ഓരോ യൂസർ റോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പൊ ലോസ് ഏഞ്ചലസ് കൗണ്ടി ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ ഒരു യൂസറെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നേരെ മോഡലിംഗ് ടാബിലോട്ട് വരിക. അവിടെ സെക്യൂരിറ്റിന്റെ ഗ്രൂപ്പിനകത്ത് എന്ത് കാണാം, മാനേജ് റോൾസ് ഉണ്ടോ, ക്രിയേറ്റ്, ചേഞ്ച് ഓർ ഡിലീറ്റ് സെക്യൂരിറ്റി റോൾസ്. ഞാൻ എന്ത് സെലക്ട് ചെയ്തു, മാനേജ് റോൾ സെലക്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ കാണാം ക്രിയേറ്റ് ന്യൂ സെക്യൂരിറ്റി റോൾ ആൻഡ് യൂസ് ഫിൽട്ടർ ടു ഡിഫൈൻ റോ ലെവൽ ഡാറ്റ റെസ്ട്രിക്ഷൻ. റോ ലെവലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡാറ്റയെ റെസ്ട്രിക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, റോള് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ റോളിന്റെ പേര് ലോസ് ഏഞ്ചലസ് ഹെഡ് എന്ന് പാസ് ചെയ്തു. ഇവിടെ അതിന്റെ ഐക്കൺ പോലും കണ്ടോ, ഡാറ്റയുടെ കൂടെ ഒരു കീ, ഡാറ്റയെ ലോക്ക് ചെയ്ത് കൊടുക്കും. ഇനി ഇതിവിടെ ഏത് ടേബിളിലാണ് റെസ്ട്രിക്ട് ചെയ്യേണ്ടത് ചോദിക്കും. ഏത് ടേബിളാണ് റെസ്ട്രിക്ട് ചെയ്യേണ്ടത്, ലൊക്കേഷൻ ഡാറ്റ. ആ ടേബിൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് ചോദിക്കും, എന്താണ് റൂള് വേണ്ടത് ചോദിക്കും. ന്യൂ പ്രസ് ചെയ്യാം. ഏത് കോളത്തിനെ ഫിൽട്ടർ ചെയ്യേണ്ടത്, കൗണ്ടി. ഇവിടെ എന്ത് പാസ് ചെയ്യാം, എന്താണ് കൗണ്ടിയുടെ പേര്, എന്തായിരുന്നു, ലോസ് ഏഞ്ചലസ് കൗണ്ടി. അതിന്റെ താഴെ എന്ത് പാസ് ചെയ്യാം, സെയിം. എന്തായി അവിടെ കാണാം, സക്സസ്ഫുള്ളി അപ്ലൈഡ് റോൾ ചേഞ്ചസ്. അപ്പോൾ ആ ഒരു യൂസർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള റോള് ക്രിയേറ്റ് ചെയ്തു. ഇനി ആ റോള് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ത് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. ഇൻ കേസ് സ്പെല്ലിംഗ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ എന്താവും, ഡാറ്റ ലീക്ക് ആവും. അപ്പൊ ഇത് പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യാനാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, വ്യൂ ആസ്. സി വാട്ട് വിസിബിൾ ടു പീപ്പിൾ വിത്ത് ഡിഫറെന്റ് സെക്യൂരിറ്റി റോൾ ആൻഡ് പെർമിഷൻ. വ്യൂ ആസിൽ വന്നു കഴിഞ്ഞാൽ എന്ത് കാണാം, ഞാൻ ക്രിയേറ്റ് ചെയ്ത റോൾ അവിടെ കാണാം, എൽ സി ഹെഡ്. ഓക്കെ, ഇവിടെ കാണാം നൗ വ്യൂയിങ് ആസ് ലോസ് ഏഞ്ചലസ് ഹെഡ്. ആ ഒരാൾക്ക് നമ്മൾ ഡാറ്റ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെയാണോ ഡാറ്റേനെ കാണാൻ പോകുന്നത്, നേരെ ടേബിൾ വ്യൂലോട്ട് പോകുന്നുണ്ടാവും. എൻ്റെ ഒരു ടേബിൾ അവിടെ റെസ്ട്രിക്റ്റ് ആയി. ബാക്കി 21 കൗണ്ടിയും ഇനി അവർക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഞാനിവിടെ റിപ്പോർട്ട് മുഴുവനും ആർക്കൻസിന് മാറിയിട്ടുണ്ടാവും. ഈ ഒരു ലോസ് ഏഞ്ചലസ് ഹെഡിയുടെ കൗണ്ടിയുടെ മാത്രമായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ ഒരു കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് RLS, റോ ലെവൽ സെക്യൂരിറ്റി. ക്ലിയർ ആണ് എല്ലാവർക്കും? ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരൂ. എവിടെ മനസ്സിലാവാത്തത് രുക്മിണി? എനിക്കല്ല, ഇടയ്ക്ക് നെറ്റ് പോയിരുന്നു. അതായത് നമ്മൾ പവർ ബി സർവീസ് എന്ത് ചെയ്യും, നമ്മുടെ റിപ്പോർട്ട് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഞാനിപ്പോ എന്റെ റിപ്പോർട്ട് ഇവിടുന്ന് ഷെയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇതിന്റെ കൂടെ നമ്മളെ ഡാറ്റ കൂടെ ഷെയർ ആവും. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ലോസ് ഏഞ്ചലസ് കൗണ്ടിയിൽ ഒരു യൂസർക്കാണ് ഈ ഡാറ്റ ഷെയർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ കൗണ്ടിന്റെ ഡാറ്റയും കാണാം. അത് കൂടാതെ ബാക്കി 21 കൗണ്ടിന്റെ ഡാറ്റ കൂടെ കാണാൻ പറ്റും. ഇപ്പൊ ക്ലയന്റ് എന്നോട് പറയാണ്, ലോസ് ഏഞ്ചലസ് കൗണ്ടിൽ ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ എന്ത് മതി, അവർക്ക് അവരുടെ കൗണ്ടിലെ ഡാറ്റ മാത്രം മതി, ബാക്കിയെല്ലാം അവരുടെ കയ്യിൽ നിന്ന് റെസ്ട്രിക്ട് ചെയ്യണം. അപ്പൊ ബാക്കി 21 കൗണ്ടിലെ ഡാറ്റ ഇപ്പോൾ എന്ത് ചെയ്യണം, റെസ്ട്രിക്ട് ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് റോ ലെവൽ ഡാറ്റ സെക്യൂരിറ്റി. RLS എന്നാണ് അതിനെ കോൾ ചെയ്യുക, റോ ലെവൽ ഡാറ്റ സെക്യൂരിറ്റി. അപ്പൊ അതിന് വേണ്ട യൂസർ റോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു ഞാൻ കാണിച്ചു തന്നത്. നേരെ മോഡലിംഗ് ടാബിലോട്ട് വരിക. അവിടെ മാനേജ് റൂൾസ്, റോള് ക്രിയേറ്റ് ചെയ്യുക. ഏത് ടേബിളിനാണോ ഫിൽട്ടർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. എന്താണ് ഫിൽട്ടർ കണ്ടീഷൻ അവിടെ പാസ് ചെയ്യാം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ റോൾ അവിടെ ക്രിയേറ്റ് ആവും. അതിനുശേഷം വ്യൂ ആസ് എന്നിട്ട് എന്ത് ചെയ്യാം, ആ ഒരു റോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കുമ്പോൾ അവിടെ കാണാൻ കണ്ടാവും. ആ ഒരാൾക്ക് ഇനി ഡാറ്റ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു ഡാറ്റ ഷെയർ ആവുന്നത് കാണാൻ പറ്റുന്നത്. ബാക്കി 21 കൗണ്ടിന്റെ ഡാറ്റയും അവിടെ റെസ്ട്രിക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഓൺലൈൻ. പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്
ഹായ്. ചെയ്ത് കഴിഞ്ഞൊരു മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. സാർ ഈ പവർ ബിയില് ഇടയ്ക്കിടയ്ക്ക് മെയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായിരുന്നു രുക്മിണി നേരം ചോദിച്ചത്? ഹലോ. യെസ് സർ. എനിക്ക് മെയിൽ എപ്പോഴെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാ? സൈൻ ഇൻ ചെയ്യാനായിട്ടേ. അതെ, അന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണ്ടായിരുന്നില്ല, അത് വെച്ചിട്ട് സൈൻ ചെയ്തോളൂ. അല്ല, അത് നമ്മൾ സൈൻ ഇൻ ആയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുന്നുണ്ട്. ഇവിടെ മുകളിൽ സൈൻ ആയിട്ടുണ്ടോ? ആ എന്നിട്ടും ചോദിക്കുന്നുണ്ടോ? ആ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കി. ചെയ്തു. അപ്പൊ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോ ലോഗ് ഔട്ട് ആവുന്നുണ്ട്, സൈൻ ഇൻ ആവുന്നില്ല. എന്നിട്ട് വീണ്ടും ചോദിച്ചോണ്ടിരിക്കുക. ഓട്ടോമാറ്റിക്കലി ലോഗ് ഔട്ട് ആവുന്നുണ്ടോ? ആ അതെ. ഓക്കെ, അപ്പോ ഒന്നുകൂടെ ലോഗിൻ ചെയ്ത് നോക്കിക്കോളൂ. വേറെ അല്ല, ഓരോ പ്രാവശ്യവും പവർ ബി ഐ ഓപ്പൺ ചെയ്യുമ്പോ ലോഗ് ഔട്ട് ആയിട്ടായിരിക്കുന്നു. എല്ലാവർക്കും അങ്ങനെയാണോ? അത് മേ ബി ഒന്നുകൂടെ ചെയ്ത് നോക്കി, എപ്പോഴോ ഇഷ്യൂ ഉണ്ടോ ട്രൈ ചെയ്ത് നോക്കി. യെസ് സർ. ഞാന് ആ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോ തൊട്ടേ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെയോ? അപ്ഡേഷൻ നിങ്ങൾ ബാക്കിയുണ്ടോ ഇല്ല ഇല്ല വിൻഡോസിൽ അല്ലെങ്കിൽ ഇല്ല, പവർ ബിയിൽ? അപ്ഡേഷൻ ഒക്കെ കറക്റ്റാ. പവർ ബിയുടെ അപ്ഡേഷൻ ഉണ്ടോ? ഒന്നും ഇവിടെ താഴെ കാണിക്കുന്നില്ല. റൈറ്റ് സൈഡിൽ താഴെ അപ്ഡേറ്റ് അവൈലബിൾ അങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. എന്താന്ന് അറിയില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ടാ പറഞ്ഞത്. ബാക്കി ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ? ഇടക്കിടക്ക് സൈൻ ഔട്ട്, ഓട്ടോമാറ്റിക്കലി സൈൻ ഔട്ട് ആവുന്ന ഇഷ്യൂ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ട് സർ. എന്റേലും അങ്ങനെ ഉണ്ടാവലുണ്ട്. വീണ്ടും സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കും. എപ്പോഴും ഉണ്ടാവാറുണ്ടോ?
അത് ഓഫ് ചെയ്ത് പിന്നെ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും ലോഗിൻ ചോദിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. ആ ഒരു ഇഷ്യൂ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഓക്കെ. ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? RLSന്റെ കൺസെപ്റ്റ് ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? സർ ഇതിപ്പോ നമ്മള് ഈ പർട്ടിക്കുലർ റോളില് വ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു ജസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ സ്റ്റോപ്പ് വ്യൂയിങ് ഒരു ഓപ്ഷൻ കാണുന്നില്ലേ? ആ സ്റ്റോപ്പ് വ്യൂയിങ് അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ പവർ ബി സർവീസ് ആയിരിക്കും ഈ ഒരു റോളിന് വേണ്ട പെർമിഷൻസും കാര്യങ്ങളും ബിൽഡ് ചെയ്യുക. സർവീസ് ഡെസ്ക്ടോപ്പിൽ നിന്ന് എന്താണ് യൂസർ റോള് മാത്രം സെറ്റ് ചെയ്യൂ. ആ യൂസർ റോളിന് വേണ്ട ബാക്കിയുള്ള പെർമിഷൻസും കാര്യങ്ങളും പാസ് ചെയ്യാൻ പോകുന്നത് പവർ ബി സർവീസ് എന്നായിരിക്കും. ക്ലിയർ ആയോ? ആ യെസ്. ഞങ്ങൾക്കൊരു അസൈൻമെന്റ് തരാം. നാളത്തേക്ക് അതിൽ കുറച്ച് പാർട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നൊരു അസൈൻമെന്റ് തന്നെയാണ് കേട്ടോ അത്. ഓർമ്മയുണ്ട് ഇതൊക്കെ. ഇതിൽ ആദ്യത്തെ ഈ ഒരു 15 ക്വസ്റ്റ്യൻ ഇതിൽ ഞാൻ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളുണ്ട്, വളരെ കുറച്ച് എടുക്കാത്ത കാര്യങ്ങളുണ്ട്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എന്താണ് എക്സ്പ്ലെയിൻ ഡാറ്റ കണക്ടിവിറ്റി മോഡ്, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ മെഷർ ആൻഡ് കാൽക്കുലേറ്റർ കോളം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാക്സ് ഫങ്ഷൻസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ആൻഡ് സം എക്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾ സെലക്ടഡ്, ഓൾ എക്സെപ്റ്റ്. ഇത് പഠിപ്പിക്കാത്തത് ഈ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. പിന്നെ ഹൗ ടു ക്രിയേറ്റ് എ മാസ്റ്റർ ടേബിൾ, റൈറ്റ് പ്രൊസീജിയർ, എങ്ങനെ മാസ്റ്റർ ഡേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ. പിന്നെ എക്സ്പ്ലെയിൻ സെയിം പീരിയഡ് ലാസ്റ്റ് ഇയർ, പാരലൽ പീരിയഡ്, ഡേറ്റ് ആഡ്. ഇതിൽ സെയിം പീരിയഡ് ലാസ്റ്റ് ഇയറും ഡേറ്റ് ആഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പുതുതായിട്ട് വരുന്നതാണ് പാരലൽ പീരിയഡ്. പിന്നെ എക്സ്പ്ലെയിൻ ദ യൂസ് കേസ് ഓഫ് സ്വിച്ച് ആൻഡ് ഇഫ്, include dash expression, difference between concat and combine values, explain logical operator, explain cardinality in Power BI, cross filter direction, different join kinds in Power BI, what is RLS, ഇപ്പോൾ പഠിച്ച കാര്യം, what is gateway and how many types. ഇത്രയാണ് തിയറി ക്വസ്റ്റ്യൻസ് വരുന്നത്. ബാക്കിയെല്ലാം താഴത്തോട്ട് വരുമ്പോൾ സിനാരിയോ ബേസിലുള്ള കാര്യങ്ങളാണ്. അതിൽ ഇതുപോലെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് മെഷർ ആയിട്ടല്ല, ഒരു കോളത്തിലാണ് ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻ കേട്ടോ. നെയിം എന്ന് പറഞ്ഞൊരു കോളത്തിന്റെ അകത്തുള്ള ഓരോ വാല്യൂസ് ആണ് അരുൺകുമാർ, നിഖിൽ ശ്രീധർ, ഗീതാ കുമാരി. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ആ ടേബിളിന്റെ കൂടെ ഒരു എക്സ്ട്രാ കോളം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ആ കോളത്തിൽ ഈ വാല്യൂ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ചോദിക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി കൊണ്ട് കോളം ഉണ്ടാകും. ആ കോളത്തിൽ നിന്ന് ആ കോളത്തിൽ ഓരോ റോസിൽ നിന്ന് വാല്യൂസിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഇതും അതുപോലെ തന്നെ ഇതൊരു കോളത്തിലെ 3 റോസ് ആയിരിക്കും. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? പുതിയൊരു കോളം ആഡ് ചെയ്തിട്ട് ഇതുപോലൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ 3 ക്വസ്റ്റ്യനും കോളത്തിന്റെ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് 26ഉം 27ഉം 22ഉം. ബാക്കിയെല്ലാം മെഷറിന്റെ കൺസെപ്റ്റ് ആണ്. ക്ലിയർ ആയില്ലേ? പേര് ഇത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. മാക്സിമം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി ഈ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യമുണ്ട്, അത് നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഇവിടെ ഈ ഫസ്റ്റ് പേജിൽ കണ്ടോ, ഇവിടെ സെയിൽസ് ബൈ കാറ്റഗറി ടെക്നോളജിയുടെ കളർ എന്താ വന്നിരിക്കുന്നത്? ഒരു ഡാർക്ക് ബ്ലൂ കളർ, ഓഫീസ് സപ്ലൈസ് ഒരു ലൈറ്റ് ബ്ലൂ, ഫർണിച്ചർ വളരെ ലൈറ്റ് ബ്ലൂ കളർ. ഇവിടെ എത്തുമ്പോൾ എന്താ കൊടുത്തിരിക്കുന്നത്? സെയിൽസ് ബൈ സെഗ്മെന്റ്. ഇതേ കളർ പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ?
ഇല്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും ഫോളോ ചെയ്യാതെ? ഇവിടെയും ഡാർക്ക് ബ്ലൂ കളർ ഒരാൾക്ക് കൊടുത്താൽ പെട്ടെന്ന് കാണുന്ന ഒരാൾ എന്താ വിചാരിക്കുക? അത് ടെക്നോളജി ആണെന്നുള്ളൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ എന്താണ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് കാറ്റഗറിയാണ്. അതുകൊണ്ട് അവർ എന്ത് യൂസ് ചെയ്തു? അതിന് സെപ്പറേറ്റ് ഒരു കളർ പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ടാവും. കാണുമ്പോൾ ഇതേ കളർ പാറ്റേൺ യൂസ് ചെയ്ത് നന്നായിരിക്കും, പക്ഷെ ഇവിടെയും കാറ്റഗറി തന്നെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യായിരുന്നു? സെയിം കളർ പാറ്റേൺ യൂസ് ചെയ്യായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഡിഫറെന്റ് കളർ പാറ്റേൺ അവിടെ എടുത്തുകൊണ്ടാവും. ഈവൺ സെക്കൻഡ് പേജിലാണ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, കണ്ടോ? സെക്കൻഡ് പേജിൽ എത്തുമ്പോൾ ഇപ്പുറത്ത് യൂസ് ചെയ്ത അതേ കളർ പാറ്റേൺ അവർ ഇപ്പുറത്ത് കൺസ്യൂമറിന് യൂസ് ചെയ്തു, കാറ്റഗറിക്കും അതേ കളർ പാറ്റേൺ ഇവിടെ യൂസ് ചെയ്തു. ഈ ഡെമോഗ്രാഫിക്സിലോട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടോളൂ, കസ്റ്റമേഴ്സ് ആണെങ്കിലും ഓരോ വിഷ്വൽസിനും ഓരോ ടൈപ്പ് ഓഫ് കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാവും. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒരേ കളറിന് രണ്ട് സ്ഥലത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് അതാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ഒഴിവാക്കുക കേട്ടോ. ഓൺലൈൻ ഞാൻ എന്താ പറഞ്ഞത് ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. പിന്നെ ഇവിടെ ഈ ആവറേജ് സെയിൽസ് പെർ യൂണിറ്റും കറണ്ട് ഇയറിലെ സെയിൽസും പ്രീവിയസ് ഇയറിലെ സെയിൽസും ഒക്കെ എപ്പോഴും ഒരു കറൻസിയുടെ സിമ്പലിൽ ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യങ്ങളായി. അതായത് സെയിൽസ്, കോസ്റ്റ്, പ്രോഫിറ്റ് ഇതൊക്കെ എന്താണ് കറൻസിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക? അതൊരു മാക്സിമം ഒരു കറൻസിയുടെ ബേസ് തന്നെ ഡിസ്പ്ലേ ചെയ്യുക കേട്ടോ. ഓക്കെ. ഹലോ സർ. പറഞ്ഞോളൂ, എന്താ പറയുക? സർ, എൻ്റെ കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ജോയിൻ ചെയ്യാൻ പറ്റിയത് സർ. ഓക്കെ. അല്ല, ഞാനൊന്നും ഫുള്ളായിട്ടൊന്നും എടുത്തില്ല. ഞാൻ ഇവർ ചെയ്തതിൽ നോക്കിയിട്ട് കറക്ഷൻസ് ചെയ്യുക. സർ, അസൈൻമെന്റ് ഇപ്പൊ ചെയ്യാനുള്ളതാണോ സർ? അല്ല, ഇപ്പൊ അല്ല, നാളത്തെ അത് ഈ ഒരു ആഴ്ച കഴിയുമ്പോഴേക്കും മാക്സിമം കംപ്ലീറ്റ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ കണ്ടോ, ഇപ്പൊ ഇവിടെ എല്ലാ ഡാറ്റാ പോയിന്റ്സും ലേബൽ ഓൺ ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടോ? ഇത് എവിടുത്തെ വാല്യൂ ആണെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. ഇവിടെ കണ്ടോ, മാർച്ചിൽ 0.8 മില്യൺ, 1 മില്യൺ അടുത്തടുത്ത് വരുന്ന ആൾക്കാരായതുകൊണ്ട് ഇത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയ ആളുടെ മാത്രം ലേബൽ ഓൺ ചെയ്യുക, രണ്ടാളുടെയും ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലുള്ള കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്യട്ടോ. പാക്ക് ചെയ്തൊക്കെ നന്നായിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം കേട്ടോ, ഞാൻ ഈ ഐക്കൺ അയച്ചത് അത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഈ ഐക്കൺ ഇവിടെ നോക്കുമ്പോൾ ഇത് വിസിബിലിറ്റി ഉണ്ടോ ഈ ഐക്കണിന്? ഇല്ലല്ലോ. ഇപ്പൊ എന്ത് ചെയ്യുക? ഇതിന് നേരെ വൈറ്റ് കളറിൽ ഒരു ഐക്കൺ ചൂസ് ചെയ്യും. എന്താ അവിടെ വെക്കുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും ഇങ്ങനെ ഒരു ഐക്കൺ ഇവിടെ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ ഐക്കൺ എന്തിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആർക്കും മനസ്സിലാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? അവർ പ്രോപ്പറായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ? ക്ലിക്ക് ഹിയർ ടു ഷോ ഫിൽട്ടർ. പിന്നെ അത് വെച്ചത് എവിടെയാ? ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മുകളിൽ ഡാർക്ക് ഐക്കൺ വെക്കുക ചെയ്തത്. നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താ? എല്ലാവരും ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിന് മുകളിൽ ഡാർക്ക് ഐക്കൺ തന്നെ കൊണ്ടുവച്ചു. വല്ലതും കാണും അങ്ങനെ ഒരു ഐക്കൺ അവിടെ ഉണ്ടോ ഇല്ല കാര്യം. ജസ്റ്റ് ഇത് സൂം ഔട്ട് ചെയ്യാം. പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഐക്കൺ ഉണ്ടെന്നുള്ള ഫീലിംഗ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുപോലുള്ള കാര്യത്തിലൊന്ന് ഫോക്കസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ നാവിഗേറ്റർ ടൈറ്റിൽ ഇതിനുമായിട്ട് ഇതായി പോയത് മണി. Yes, sir. നാവിഗേറ്ററെ കുറിച്ച് ആ നാവിഗേറ്റർ റിപ്പോർട്ടിന്റെ ടൈറ്റിലിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കരുത്, കുറച്ച് ചെറുതാക്കി വെച്ചോളൂ. Okay. ഓക്കെ. ഇപ്പൊ എല്ലാവരും
കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് കേട്ടോ. ഇമ്പ്രൂവ് മീൻസ് അടുത്ത ചെയ്യുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. വേറെ ഓപ്ഷൻ ഒന്നും അവിടെ ഇല്ല കേട്ടോ. ആരെങ്കിലും മെയിൻ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തോ ചെയ്യാൻ വേണ്ടിയിട്ട്? ആരും സ്റ്റാർട്ട് ചെയ്തില്ലേ? ഏതാ ടോപ്പിക് ഇനി എടുത്തില്ലേ? പഠിക്കണേ. ഇന്നൊരു ഫോം ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്തോ? ഇല്ലല്ലോ. ഞാൻ നാളെക്കുള്ളിൽ ആ ഫോം ഫില്ല് ചെയ്യണം. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ടോപ്പിക് ഒക്കെ ചൂസ് ചെയ്തോ. കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇനി അധികം ടൈം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടോപ്പിക് സെലക്ട് ചെയ്യാൻ പോകുന്നില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല അടുത്ത. അതുകൊണ്ട് ഞാൻ ഇന്നൊരു ഫോം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. നാളെ രാവിലെ 10 മണിക്കകം എല്ലാവരും പ്രൊജക്ടിന്റെ ടോപ്പിക് അതിൽ സബ്മിറ്റ് ചെയ്യണം. നാളെ രാവിലെ 10 മണി. 10 മണിക്ക് ശേഷം വരുന്ന ഒരൊറ്റ എന്താണ് ഇതുപോലെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. അതിൽ ആരൊക്കെ സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ അവർക്ക് മാത്രമേ ഞാൻ പ്രസന്റേഷൻ ഷെഡ്യൂൾ ചെയ്യൂ. ബാക്കി ആർക്കും പ്രസന്റേഷൻ ഷെഡ്യൂൾ ചെയ്യില്ല. ഓക്കെ. പിന്നെ ചെയ്യുമ്പോൾ ആദ്യമേ പറയാം, പ്രൊജക്റ്റ് ആണ് നിങ്ങളുടെ സ്കില്ലിനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യം. ക്ലാസ്സിൽ വന്നു പോയി എന്നുള്ളതും ആവശ്യം തന്നെയാണ്. അറ്റൻഡൻസും സെമിനാറും അസൈൻമെന്റ് ഒക്കെ ആവശ്യമുള്ള കാര്യമാണ്. അതിനേക്കാളെയും ഒന്നുകൂടെ നിങ്ങൾ ആരാണെന്ന് തെളിയിക്കാൻ പോകുന്ന കാര്യമാണ് നിങ്ങളുടെ പ്രൊജക്റ്റ്. അപ്പൊ നിങ്ങളുടെ സ്കില്ല് മാക്സിമം ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ ചെറിയൊരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ സ്കില്ലും നിങ്ങൾക്ക് അതിൽ കാണിക്കാൻ പറ്റില്ല. പിന്നെ ക്ലാസ്സിൽ ചെയ്തതിനേക്കാളെയും ഒരു 10 മടങ്ങ് കൂടുതലുള്ള ഒരു റിപ്പോർട്ട് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അതിലല്ലാത്ത കുറെ കാര്യങ്ങൾ ഇനിയും അവിടെ ഉണ്ട് അത്ര. അതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യട്ടെ എല്ലാവരും. ഓക്കെ. ഇനി അടുത്ത ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പവർ ബിയുടെ അകത്ത് കുറച്ച് AI റിലേറ്റ് ചെയ്യുന്ന വിഷ്വൽസ് ഉണ്ട്. AI റിലേറ്റഡ് വിഷ്വൽസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് Q&A എന്ന് പറയുന്ന വിഷ്വൽ. Q&A മീൻസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഒരുപാട് പേര് ചിലപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ആ ഒരു വിഷ്വൽ. ഒന്നുകിൽ ഇൻസേർട്ടിൽ വന്നു കഴിഞ്ഞാൽ നോർമൽ ഇതാണെങ്കിൽ അവിടെ AI വിഷ്വൽ എന്നൊരു ഗ്രൂപ്പിന്റെ അകത്ത് ഉണ്ടാവും. ഇല്ലെങ്കിൽ ബിൽഡ് പെയിനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ താഴത്തോട്ട് വരുമ്പോൾ ഒരു പൈത്തന്റെ ഒക്കെ സിമ്പിളിന്റെ ആ ഒരു ഏരിയയിൽ ഒരു ഡയലോഗ് പോസ്റ്റ് വിഷ്വൽ കാണാൻ പറ്റും. Q&A എന്നും പറഞ്ഞിട്ട് അവിടെ Q&A ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിഷ്വൽ അവിടെ ഓപ്പൺ അപ്പ് ആയിട്ട് വരും. Q&A കണ്ടോ, മീൻസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യൻ പവർ ബി മനസ്സിലാക്കിയിട്ട് അതിന് പ്രോപ്പർ ആയിട്ട് ആൻസർ നമുക്ക് അവിടെ റിട്ടേൺ ചെയ്ത് തരും. പക്ഷെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അത് സപ്പോർട്ട് ചെയ്യില്ല. അതിന് മനസ്സിലാകുന്ന കീവേഡ് വെച്ചിട്ട് ചോദിച്ചാൽ മാത്രമേ അത് ആൻസർ റിട്ടേൺ ചെയ്ത് തരൂ. ഒരു എക്സാമ്പിൾ, എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന 5 കൗണ്ട് ഏതൊക്കെയാണെന്ന് അറിയണം. ജസ്റ്റ് ഇവിടെ ഒന്ന് ചോദിച്ചാൽ മതി. ടോപ്പ് 5 കൗണ്ടി ബൈ സെയിൽസ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ഐക്കൺ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവും. മീൻസ് ഈ ക്വസ്റ്റ്യൻ എന്താണ് ഇതിന്റെ പുറകിൽ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻസ് നമ്മൾ കൊടുത്ത ഓരോ കീവേഡും മെഷീന് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യും. ഇത് താഴെ എന്ത് ചെയ്യും? സജഷൻസ് കാണിച്ചു കൊടുക്കും. കണ്ടോ എന്താണ് ടോപ്പ് 5 കൗണ്ടി ബൈ സെയിൽസ് ഡാറ്റയിലെ സെയിൽസ് ആണോ, ടേബിൾ 5 സെയിൽസ് ആണോ, ഇനി അതല്ല ടോട്ടൽ സെയിൽസ് ആണോ? നമുക്ക് ഏതാ ഉള്ളത്? ടോട്ടൽ സെയിൽസ്. അത് സെലക്ട് ചെയ്തു വിഷ്വൽ ക്രിയേറ്റ് ചെയ്യണ്ടോ. പിന്നെ ആ ക്വസ്റ്റിന്റെ താഴെ കാണാൻ പറ്റും കൗണ്ടിയുടെ താഴെ ഒരു ബ്ലൂ തിക്ക് ലൈനും ടോട്ടൽ സെയിൽസിന്റെ താഴെയും ഒരു ബ്ലൂ തിക്ക് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ കീവേഡ് മെഷീന് പ്രോപ്പർ ആയിട്ട് മനസ്സിലായി. ഇതിന് പകരം ഡോട്ടഡ് ലൈൻസ് വരാറുണ്ട്. ഡോട്ടഡ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ കീവേഡ് പാർഷ്യലി ഓക്കെ ആണ്. ഇനി റെഡ് ലൈൻസ് വരും. റെഡ് ലൈൻ വന്നാൽ ആ കീവേഡ് മെഷീന് മനസ്സിലായിട്ടേ ഇല്ല. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഞാൻ ടോട്ടൽ സെയിൽസിന്റെ സ്പെല്ലിംഗ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയൊക്കെ കൊടുക്കും. കണ്ടോ അതിന്റെ ഇടയിൽ റെഡ് ലൈൻ മീൻസ് ഈ ഒരു കീവേഡ് മെഷീന് മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും ഔട്ട്പുട്ട് തരില്ല. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ടോട്ടൽ സെയിൽസിന് പകരമാണ് ജസ്റ്റ് സെയിൽസ് എന്ന് കൊടുത്തിട്ട് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പൊ കണ്ടോ വിഷ്വൽ സെയിം ആയിരിക്കും, പക്ഷെ മെഷീൻ എന്താ പറയുന്നത്? അത് ഫുള്ള് മനസ്സിലായില്ല, പാർഷ്യലി ഓക്കെ ആണ്. കണ്ടോ ഡോട്ട് ലൈൻ വരുന്നത് കാണാൻ പറ്റും. ഇപ്പൊ മെഷീന് മനസ്സിലാകുന്ന കീവേഡ് വെച്ചിട്ട്
ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ഔട്ട്പുട്ട് വരും. മെഷീന് മനസ്സിലാകുന്ന കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത ഫീൽഡ്സിന്റെ അതേ പേര് തന്നെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ ആൻസർ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ക്യൂ ആൻഡ് എ എന്ന് പറയുന്ന ഒരു ഫീച്ചർ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, ക്യൂ ആൻഡ് എ. ഓൺലൈൻ ചെയ്ത് പ്രോപ്പർ വിഷ്വൽ വന്നവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഇനി ആർക്കെങ്കിലും വിഷ്വൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ എക്സലും CSV മാത്രമല്ലേ കണക്ട് ചെയ്യാൻ കാണിച്ചിട്ടുള്ളൂ? MySQL എടുത്തൂലല്ലോ? എല്ലാവരുടെ സിസ്റ്റത്തിലും MySQL ഇൻസ്റ്റാൾഡ് അല്ലേ? വർക്ക് ബെഞ്ച് തന്നെയല്ലേ? എല്ലാവർക്കും അതിന്റെ പാസ്വേഡ് ഓർമ്മയുണ്ടോ? യെസ് ഉം? സർ. ചെയ്തിട്ടല്ലേ? പാസ്വേഡ് ആരും മറന്നു പോയിട്ടില്ലല്ലോ? അല്ല, നാളെ എനിക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം. അപ്പോൾ മറന്നു പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. MySQL പാസ്വേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ. ഈ ഒരു Q&A ഫീച്ചർ പ്രോപ്പർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞവർ ഓൺലൈൻ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഓഫ്ലൈൻ ആൻസർ വരുന്നുണ്ടോ? ഔട്ട്പുട്ട് വരുന്നുണ്ടോ? ഇത്രയും ഇല്ലെങ്കിൽ മറ്റന്നാൾ മാക്സിമം ബുധനാഴ്ചക്കുള്ളിൽ നിങ്ങൾ പവർ ബിയുടെ ക്ലാസ് കംപ്ലീറ്റ് ആവും കേട്ടോ. ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? അവരുടെ സിസ്റ്റം സ്ലോ ആയിരിക്കും. ജോഷിൻ രുക്മിണി ചെയ്യുന്നുണ്ടോ? ചെയ്തു. ചെയ്തു. ആർക്കും തീരെ ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, ഇന്ന് എന്റെ സിസ്റ്റത്തിന് എന്താ അറിയില്ല, ഭയങ്കര സ്ലോ ആയി നിൽക്കുക. സിസ്റ്റത്തിൽ തന്നെയാണോ സൂം റൺ ചെയ്യുന്നത്? അല്ലല്ല, ഫോണിൽ തന്നെ ചെയ്യണം. പക്ഷെ എന്റെ സിസ്റ്റം അല്ലെങ്കിലും സ്ലോ ആണ് കുറച്ച്. ഓക്കെ ഓക്കെ. ഓഫ്ലൈൻ ചെയ്ത് കഴിഞ്ഞല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു Q&A ഫീച്ചർ കൂടുതൽ യൂസ് ചെയ്യാം. ഒന്നുകിൽ യൂസർ സൈഡിലുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മാനേജർ പോലെ ആൾക്കാരായിരിക്കും കൂടുതലും Q&A ഫീച്ചർ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് അവരോട് പറയാൻ പറ്റും, നമ്മൾ കറക്റ്റ് കീവേഡ് തന്നെ എപ്പോഴും യൂസ് ചെയ്യുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, കൗണ്ടിക്ക് പകരമാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിന് പ്രൊവിൻസ് കോൾ ചെയ്യും. അതിന് വീണ്ടും ഒരുപാട് സിനോണിംസ് ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യാം, അതിന് ഏത് രീതിയിലും കോൾ ചെയ്യാം. അതേപോലെ സെയിൽസിനാണെങ്കിൽ അവർക്ക് എന്ത് കോൾ ചെയ്യാം, ടോട്ടൽ സെയിൽസ് കോൾ ചെയ്യാം, ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് കോൾ ചെയ്യാം, റവന്യൂ കോൾ ചെയ്യാം. ഓരോ യൂസറും അല്ലെങ്കിൽ ഓരോ മാനേജേഴ്സും എന്തായിരിക്കും, ഡിഫറെന്റ് കീവേഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ എല്ലാ കീവേഡും കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറക്റ്റ് ആവും ഇല്ല. അപ്പൊ നമുക്ക് എന്ത് വേണം,
അവർ യൂസ് ചെയ്യാൻ ചാൻസുള്ള കീവേഡ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു Q&A ഫീച്ചറിനെ ട്രെയിൻ ചെയ്യണം. അതായത് നമുക്ക് വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ഫീച്ചർ ആക്കിയിട്ട് മാറ്റേണ്ടി വരും. അതും പോസിബിൾ ആണ്. അതിന് പോലെ എന്ത് ചെയ്യാം, Q&A കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നേരെ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് സൈഡിൽ ഒരു സെറ്റിംഗ് പോലുള്ള ഐക്കൺ കാണാൻ പറ്റും. എല്ലാവർക്കും അവൈലബിൾ ആണോ? അവിടെ വന്നു കഴിഞ്ഞാൽ കാണാം ടീച്ച് Q&A ടു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ ബെറ്റർ, റിവ്യൂ ക്വസ്റ്റ്യൻസ് പീപ്പിൾ ഹാവ് ആസ്ക്ഡ് ആൻഡ് മാനേജ് ടേം യു ഹാവ് ആഡഡ്. ജസ്റ്റ് ആ സെറ്റിംഗ് പോലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഒരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. എന്ത് ചൂസ് ചെയ്യാം? സിനോംസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റും Q&A ഫീച്ചറിൽ അവൈലബിൾ ആയിരിക്കുന്ന ടേബിൾസ്. നമുക്ക് എല്ലാ ടേബിൾസും ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യാം, ആവശ്യമില്ലാത്ത ടേബിളിനെ അവിടെ നിന്ന് ഓഫ് ചെയ്ത് വെക്കുക. അപ്പൊ അതിനെന്ത് ചെയ്യാം, കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വർക്ക് ചെയ്യാൻ പറ്റും. എനിക്കിവിടെ കമ്പാഷൻ ഡേറ്റ് ടേബിൾ ആവശ്യമില്ല, കൺട്രി വിത്ത് ഫ്ലാഗ് URL ഇല്ല, കസ്റ്റമർ ഡാറ്റ വേണം, ഡേറ്റ് ടേബിൾ, ലൊക്കേഷൻ ഡാറ്റ, സെയിൽസ് പീപ്പിൾ ഡാറ്റ, EC ടേബിൾ വേണ്ട, മെഷർ സെലക്ഷൻ വേണ്ട, സെയിൽസ് ഡാറ്റ വേണം, ബാക്കിയൊന്നും എനിക്ക് അവിടെ ആവശ്യമില്ല. അപ്പൊ അതൊക്കെ ഓഫ് ചെയ്യുമ്പോൾ തന്നെ എന്താവും, ഇത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും. ഇതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ടേബിൾസിനെ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, Q&A ഫീച്ചറിന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ. ക്ലിയർ ആണ് ഇത്രയും ചെയ്ത കാര്യങ്ങൾ? ഇനി ഇതുപോലെ എന്ത് ചെയ്യാം, പറഞ്ഞോളൂ. ഒന്ന് കാണിച്ചു തരാം സാർ, അത് എവിടെ സെലക്ട് ചെയ്തെന്ന്. ജസ്റ്റ് ഒരു സെക്കൻഡ് ലോഡായി വരുന്നത്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് സൈഡിൽ ഇതുപോലെ ഒരു സെറ്റിംഗിന്റെ ഐക്കൺ കാണാൻ പറ്റും. അവൈലബിൾ ആണോ? അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതെന്ത് ചൂസ് ചെയ്യാം, സിനോംസ്. അതിൽ ഫസ്റ്റ് അവൈലബിൾ ആയിരിക്കുന്ന ടേബിൾസ് കാണിച്ചു തരും. അതിൽ നമുക്ക് ആവശ്യമുള്ള ടേബിളിൽ മാത്രം Q&A ആഡ് ചെയ്യാം. ഡിഫോൾട്ടായിട്ട് എല്ലാം ഓൺ ആയിരിക്കും. അതിനെന്ത് ചെയ്യാം, അനാവശ്യമല്ലതിന് ഓഫ് ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോ എല്ലാ ടേബിളിലെയും എല്ലാ കോളംസും നമുക്ക് ആവശ്യമാണെന്ന് വരില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ലൊക്കേഷൻ ഡാറ്റയിലോട്ട് വന്നു. അവിടെ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കണ്ടോ, അതിൽ ഫീൽഡ്സ് കാണിച്ചു തരും. അതിൽ ഏരിയ കോഡ് എനിക്ക് ആവശ്യമാണ്, എന്ത് ചെയ്യാം, ഏരിയ കോഡ് അവിടെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കൗണ്ടി ആവശ്യമുള്ള എന്ത് ചെയ്യാം, കൗണ്ടി ഓഫ് ചെയ്യാം. പക്ഷെ കൗണ്ടി അങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റുമോ? വളരെ ആവശ്യമുള്ള ഒരു ഫീൽഡാണ്. അപ്പൊ കൗണ്ടിയുടെ അവിടെ എത്തുമ്പോൾ കോളത്തിന്റെ പേരും കാണാൻ പറ്റും, സെൻട്രൽ എന്ത് കാണാം, അതിനെ എങ്ങനെ കോൾ ചെയ്യുന്നുള്ളത് കാണിച്ചു തരും. നമുക്ക് അതിനെ എങ്ങനെ മാത്രമേ കോൾ ചെയ്യാൻ പറ്റൂ, കൗണ്ട് ചെയ്ത് മാത്രമേ കോൾ ചെയ്യാൻ പറ്റൂ. അപ്പൊ അതിന് എന്തൊക്കെയാണ് വീണ്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ പേര് അതിന്റെ സൈഡിൽ കാണിച്ചിട്ടുണ്ടാവും. പ്രോവിൻസ്, ഷെയർ, സെക്ഷൻ, ഡിസ്ട്രിക്ട് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. അപ്പൊ എനിക്ക് അതിന്റെ ഡിസ്ട്രിക്ട് എന്ന് കോൾ ചെയ്യണമെന്ന് എന്ത് ചെയ്യാം, അവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ കണ്ടോ, ആ സിനോൺ നമ്മൾ അപ്രൂവ് ആയി. ഇനി കൗണ്ടിക്ക് പകരം ഡിസ്ക്രിപ്റ്റ് യൂസ് ചെയ്താലും മെഷീൻ അത് പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ഞാൻ എന്ത് ചെയ്തു, പ്രോവിൻസും ആഡ് ചെയ്തു, ഡൊമൈനും ആഡ് ചെയ്തു, അതോറിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൗണ്ടിക്ക് പകരം എന്തൊക്കെ യൂസ് ചെയ്യാം, ഡിസ്ക്രിപ്റ്റ്, പ്രോവിൻസ്, ഡൊമൈൻ, അതോറിറ്റി എന്ന് കൊടുത്താൽ എന്ത് ചെയ്യും, എനിക്ക് മെഷീൻ കൗണ്ടി ആയിട്ട് തന്നെ അത് റീഡ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഇവിടെ യൂസ് ചെയ്ത സിനോം എന്ത് ചെയ്യരുത്, വേറൊരു സ്ഥലത്ത് പോയിട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്തു, എനിക്ക് റവന്യൂ എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കണം. റവന്യൂ എവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, റവന്യൂ എവിടെ ആയിരിക്കും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുമോ, ടോട്ടൽ സെയിൽസിൽ. അപ്പോൾ ടോട്ടൽ സെയിൽസ് വരുന്ന ടേബിൾ ചൂസ് ചെയ്യാം. അതെവിടെയാണ്, കാൽക്കുലേഷൻ ടേബിൾ. ഏറ്റവും താഴെ കാണാൻ പറ്റും കാൽക്കുലേഷൻ ടേബിൾ. അതിനെന്ത് ചെയ്തു, ഓൺ ചെയ്തു. അതിൻ്റെ അകത്ത് ടോട്ടൽ സെയിൽസ് കാണാൻ പറ്റും. താഴത്തോട്ട് വരേണ്ടി വരും. അപ്പോൾ ടോട്ടൽ സെയിൽസിന് എങ്ങനെയൊക്കെ കോൾ ചെയ്യാം, ടോട്ടൽ സെയിൽസും കോൾ ചെയ്യാം, സെയിൽസും കോൾ ചെയ്യുന്നത് അവിടെ നമ്മൾ നേരത്തെ ചോദിച്ചുകൊണ്ട് അതിന് മനസ്സിലായിട്ടുണ്ട്. ഇനി അതിനെന്ത് ചെയ്യാം, റവന്യൂ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ആഡ് എന്ന ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, റവന്യൂ എന്നുള്ളൊരു പേര് കൂടെ ആഡ് ചെയ്യാം. റവന്യൂ എന്ത് ചെയ്യാം, നമുക്ക് അതിന് റവന്യൂ എന്ന് കോൾ ചെയ്യാം.
ഓവറോൾ സെയിൽ എന്ന് വേണമെങ്കിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കമ്പനിയുടെ ടേൺ ഓവർ എന്ന് വേണമെങ്കിൽ ടേൺ ഓവർ എന്ന് കോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും അപ്ഡേഷൻസ് അവിടെ വരുത്തിയതിനു ശേഷം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ വിൻഡോ അങ്ങ് ക്ലോസ് ചെയ്താൽ മതി. ആ വിൻഡോ ക്ലോസ് ചെയ്യുമ്പോൾ എന്താവും, നമ്മൾ ഈ കൊടുത്ത സെറ്റിങ്സ് ഒക്കെ ഇതിന്റെ പുറകിൽ വർക്കുന്ന അൽഗോരിതംസ് ട്രെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളും. ഇപ്പം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ വിഷ്വല് ടോപ്പ് 5 കൗണ്ടി ബൈ സെയിൽസിന്റെ താഴെ സെയിൽസ് ബ്ലൂ കളറിലോട്ട് മാറി. നേരത്തെ ഡോട്ടഡ് ബ്ലൂ കളർ ആയിരുന്നെങ്കിൽ ഇപ്പൊ അതെന്തായി, സോൾഡ് ലൈൻ ആയിട്ട് മാറി. എന്തുകൊണ്ടാ, മിഷൻ ഈസി ആയിട്ട് മനസ്സിലാവാൻ തുടങ്ങി. എന്ത് ചെയ്യാം, നമുക്ക് കൗണ്ടിക്ക് പകരം ഞാൻ ഡിസ്ക്രീറ്റ് കോൾ ചെയ്ത് നോക്കാം, ഔട്ട്പുട്ട് കറക്റ്റ് വരുമോ. കണ്ടോ, ഡിസ്ക്രീറ്റിൽ കീവേഡ് കൊടുക്കുമ്പോൾ തന്നെ താഴെ കാണിച്ചു തരും. ഇപ്പൊ എന്തായി, പ്രോപ്പർ ഔട്ട്പുട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന കാണാൻ പറ്റും. ഇപ്പൊ Q&A എന്ന് പറഞ്ഞ ഫീച്ചറിനെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്ത് നമുക്ക് വേണ്ട രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ. ഓൺലൈൻ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തിരുന്ന ഹാൻഡ് റൈസ് ചെയ്ത് ഈ ഒരു Q&A ഫീച്ചർ പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തവർക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഓഫ്ലൈൻ ചെയ്ത് കഴിഞ്ഞോ, പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ? പക്ഷെ ആ കീവേഡ് അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് നോക്കട്ടോ, വർക്ക് ആവുന്നുണ്ടോ ഇല്ല കാര്യം. ഇനി അത് കൂടാതെ ബാക്കിയും കുറച്ച് വിഷ്വൽസ് ഉണ്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. കീ ഇൻഫ്ലുവൻസർ, ഡീകമ്പോഷൻ ട്രീ, നരേറ്റീവ് അല്ലെങ്കിൽ സ്മാർട്ട് നരേറ്റീവ്. അത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സെൽഫായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നാളെ വരുമ്പോഴേക്കും. എന്താണ് കീ ഇൻഫ്ലുവൻസർ, എന്താണ് ഡീകമ്പോഷൻ ട്രീ, എന്താണ് നരേറ്റീവ് അല്ലെങ്കിൽ സ്മാർട്ട് നരേറ്റീവ്. അതിന്റെ കൂടെ നിങ്ങൾ സെൽഫായിട്ട് ചെക്ക് ചെയ്യേണ്ട അടുത്തൊരു കാര്യം കൂടെ പറയാം, റിപ്പോർട്ട് വേഴ്സസ് ഡാഷ്ബോർഡ്. നിങ്ങൾ ഓൾറെഡി ചെക്ക് ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നത്. എന്ത് ചെയ്യുക, ഒന്നുകൂടെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, റിപ്പോർട്ടും ഡാഷ്ബോർഡും തമ്മിൽ ഡിഫറൻസ് എന്താണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും കണ്ടത് എന്തായിരിക്കും, റിപ്പോർട്ടിൽ നിന്ന് ഡാഷ്ബോർഡിൽ നിന്ന് കിട്ടുന്നത് രണ്ടും ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്. എന്താണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. റിപ്പോർട്ട് എന്താണ്, ഡാഷ്ബോർഡ് എന്താണ്. സാർ മറ്റേ വേറെ കുറച്ച് എയുടെ ഫീച്ചേഴ്സിന്റെ പേര് പറഞ്ഞു, അതെന്തായിരുന്നു? കീ ഇൻഫ്ലുവൻസസ്. ഇവിടെ ഇൻസേർട്ട് ടാബിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇൻസേർട്ട് ടാബില് AI വിഷ്വൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ അകത്ത് കാണാൻ പറ്റും കീ ഇൻഫ്ലുവൻസേഴ്സ്. പിന്നെ ഡീകമ്പോഷൻ ട്രീ, നരേറ്റീവ് അല്ലെങ്കിൽ സ്മാർട്ട് നരേറ്റീവ്. ഈ 4 AI ഫീച്ചേഴ്സിൽ വരുന്നത്. Q&A, കീ ഇൻഫ്ലുവൻസേഴ്സ്, ഡീകമ്പോഷൻ ട്രീ, നരേറ്റീവ് അല്ലെങ്കിൽ സ്മാർട്ട് നരേറ്റീവ്. പിന്നെ ഓൾറെഡി ഞാൻ വേറൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഏതാന്ന് ഓർമ്മയുണ്ടോ? ലൈൻ ചാർട്ടില് ലൈനിന്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ദ
ഡിക്രീസ് ആ ഒരു ഓപ്ഷൻ ഓർമ്മയുണ്ടോ? അപ്പൊ അത് ഇവിടെ ഉണ്ടാവില്ല. സോറി. അതും ഒരു AI ഫീച്ചർ തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അനലൈസിൽ എക്സ്പ്ലെയിൻ ദ ഡിക്രീസ്. ഇത് എന്താണ്? ഒരു AI ഫീച്ചർ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ല എല്ലാവർക്കും? ഇനി അടുത്തൊരു ചെറിയൊരു സെറ്റിങ്സ് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഒരുപാട് ടേബിൾസും കോളംസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതില് ഇപ്പൊ ഒരു ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ആ ടേബിൾ എല്ലാ കോളംസിലും നമുക്ക് എവിടെ യൂസ് ചെയ്യണമെന്നില്ല. വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യണമെന്നില്ല. അപ്പൊ എന്തിനായിരിക്കും? ബാക്കിയുള്ള കോളംസ് ക്രിയേറ്റ് ചെയ്യാനും അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറെ കോളംസ് ഉണ്ടാവും. ഇപ്പൊ ലൊക്കേഷൻ ഡാറ്റ പറഞ്ഞ ടേബിൾ വന്നാൽ തന്നെ നമ്മൾ ഏരിയ കോഡ് പറഞ്ഞ കോളം എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. മേ ബി എന്തുണ്ടാവും? ഫിൽറ്ററിങ്ങിനോ ബാക്കി എന്തെങ്കിലും ആവശ്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു കോളം യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുപോലെ ഹൗസ് ഹോൾഡ്, ലാൻഡ് ഏരിയ, ലാറ്റിറ്റ്യൂഡ് അത് നമ്മൾ എവിടെയും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ റിപ്പോർട്ട് വ്യൂവില് ഇത്രയും കോളംസ് ഇവിടെ കാണുമ്പോൾ നമുക്ക് എന്താവും? പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും ഏതൊക്കെ യൂസ് ചെയ്യണം. പക്ഷെ ഈ കോളം ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിമൂവ് ചെയ്ത് കളയാനും പറ്റില്ല. എന്തുകൊണ്ടാ? ഇത് ഫിൽറ്ററിങ്ങിലോ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ വരുന്ന കോളത്തിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹൈഡ് ചെയ്ത് വെക്കാം. എവിടുന്ന്? റിപ്പോർട്ട് വ്യൂന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. പിന്നെ നേരെ എന്ത് ചെയ്യാം? ഏത് കോളമാണോ ഹൈഡ് ചെയ്യേണ്ടത് ആ കോളത്തിന്റെ റൈറ്റ് ക്ലിക്കിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അവിടെ വന്നിട്ട് എന്ത് ചെയ്യാം? ഹൈഡ് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് കൊടുത്താൽ മതി. ഏരിയ കോഡ് ഇപ്പൊ അവിടുന്ന് ഹൈഡ് ആയി കണ്ടോ? മീൻസ് റിമൂവ് ആയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്തായി? നമുക്ക് റിപ്പോർട്ട് വരുന്നതിനെ കാണാൻ പറ്റില്ല. ഇനി ഹൗസ് കോളിന് എനിക്ക് ആവശ്യമില്ല. ക്ലിക്ക് ചെയ്യുന്നു, ഹൈഡ്. അപ്പൊ അതും അവിടുന്ന് പോയി. ലാറ്റിറ്റ്യൂഡ് എനിക്ക് ആവശ്യമില്ല, അതും ഹൈഡ് ചെയ്യും. ലാൻഡ് ഏരിയ ആവശ്യമില്ല, അതും ഹൈഡ് ചെയ്യും. ലോഞ്ചിറ്റ്യൂഡും ആവശ്യമില്ല, അതും ഹൈഡ് ചെയ്യും. ഇവൻ ലൊക്കേഷൻ ഐ ഡി പോലും എനിക്ക് മേ ബി ഇവിടെ ആവശ്യമുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാം? അതിനെ ഞാനിവിടെ ഹൈഡ് ചെയ്തോണ്ട്. ഇപ്പൊ ഹൈഡ് ചെയ്ത് ഇനി ഹൈഡ് ചെയ്ത ആൾക്കാർക്ക് എങ്ങനെ കാണുമോ? ഇനി ഓരോ ആൾക്കാരെയും തിരിച്ചു കൊണ്ടുവരണം. എന്ത് ചെയ്യാം? നേരെ ടേബിൾ വ്യൂലോട്ട് വരുക. ടേബിൾ വ്യൂലൊന്നും എല്ലാരെയും കാണാൻ പറ്റും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഈ ഒരു ആൾക്കാരെ എന്ത് ചെയ്താൽ മതി? ഷോ ചെയ്യിച്ചാൽ മതി. ഇവർ നമ്മൾ എവിടുന്ന് മാത്രമേ ഹൈഡ് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ? റിപ്പോർട്ട് വ്യൂന്ന് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ടേബിൾ വ്യൂല് വന്നാൽ ഈ ആൾക്കാർക്ക് നമുക്ക് അവിടെ കാണാൻ പറ്റും. എന്തിനാ റിപ്പോർട്ട് വ്യൂന്ന് മാറ്റിയത്? റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കോളംസ് ആയിട്ട് കൺഫ്യൂഷൻസ് വരുന്ന ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. ഈവൺ ഒരു ടേബിളിനെ തന്നെ അങ്ങനെ തന്നെ ഹൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സമ്മറി ടേബിള് എനിക്ക് ആവശ്യമില്ല. എന്തിനാണ് ഈ ടേബിൾ എന്തിനാ ക്രിയേറ്റ് ചെയ്തത്? വേറൊരു ടേബിളിന് സപ്പോർട്ട് ചെയ്യാൻ. സമ്മറി ടേബിളേ വേണമെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് അവിടെ ഹൈഡ് ചെയ്യാം. കണ്ടോ? ഇനി ഈ ടേബിളിനെ കാണുമ്പോൾ എങ്ങോട്ട് പോകേണ്ടി വരും? ടേബിൾ വ്യൂല് വന്നു കഴിഞ്ഞാൽ അവിടെ സമ്മറി ടേബിൾ കാണിട്ട് കണ്ടോ. ഒരിക്കലും റിപ്പോർട്ട് വ്യൂല് അത് ഉണ്ടാവില്ല. മീൻസ് ടേബിൾ റിമൂവ് ആയി പോയെന്നല്ല, അത് പവറുടെ മെമ്മറി തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്താണ്? റിപ്പോർട്ട് വ്യൂല് അതിനെ കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓൺലൈന് ക്ലിയർ ആയോ എന്താ ചെയ്തെന്നുള്ളത്? യെസ് സർ. ഓക്കെ, നിങ്ങൾക്ക് റിപ്പോർട്ടൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ അവിടെ യൂസ് ചെയ്യാം കേട്ടോ. ഹൈഡ് ചെയ്യുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറെ കൺഫ്യൂഷൻസ് ഏരിയ റെഡ്യൂസ് ആവും. ഒരുപാട് കോളംസിലെ ടേബിൾസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് അവിടെ യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ലോഡ് തന്നെ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് കാണിച്ചിട്ടുണ്ടായിരുന്നു പവർ ക്വറിയിൽ, ഓർമ്മയില്ലേ? അത് നമ്മൾ അത് ചെയ്യാം. പക്ഷെ പവർ ബി ഐയിൽ ആവശ്യമുണ്ട്. പക്ഷെ റിപ്പോർട്ട് ബിയിൽ ആവശ്യമില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യാം? നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഫീച്ചറും പവർ ബി തരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നമുക്ക് നാളത്തെ ക്ലാസ്സിൽ MySQL എങ്ങനെ കണക്ട് ചെയ്യാം, ഗൂഗിൾ ഷീറ്റ് എങ്ങനെ കണക്ട് ചെയ്യാം, പൈത്തൺ വെച്ചിട്ട് എങ്ങനെ ഡാറ്റ കണക്ട് ചെയ്യാം,
പൈത്തൺ വെച്ച് എങ്ങനെ വിഷ്വൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ ഫോൾഡർ എന്നൊരു ഡാറ്റ എങ്ങനെ കണക്ട് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി അപ്പൻഡ് ചെയ്യുന്ന പ്രോസസ് എങ്ങനെയാണൊക്കെ നെക്സ്റ്റ് ക്ലാസ് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓൺലൈൻ എല്ലാവർക്കും ഇന്നത്തെ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? യെസ് സർ, ക്ലിയർ. ഓക്കെ, Yes, sir. ഓൺലൈൻ ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ. ബാക്കി എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ശരി. പിന്നെ പ്രൊജക്ടിന്റെ ടോപ്പിക്ക് ഞാനൊരു ഫോം തരാം, അതിൽ പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി എന്നാൽ. സാറേ ഇൻഫോമാറ്റിക്ക ഇതായിട്ട് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ആണോ? ഏതാ ഇൻഫോമാറ്റിക്ക എവിടെ? അല്ല, ഞാൻ ചോദിക്കുന്ന ടാബ്ലൂ റിലേറ്റഡ് ആയിട്ടൊരു ഇത് കണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെ ഇത് റിലേറ്റഡ് ആയിട്ടാണോ എന്ന് ചോദിച്ചത്. എങ്ങനെ മനസ്സിലായി? ഇൻഫോർമാറ്റിക്ക എന്താ എങ്ങനെയാണ് അത്? റൂളാണ് എന്താ? അത് അതൊരു കോഴ്സിന്റെ പേരിട്ട് ഞാൻ കണ്ടേ. എന്താ അപ്പൊ പേരെന്താ? അതില് ചെയ്യാൻ നേരത്ത് കൊറേ സ്പെല്ലിംഗ് എന്താ? FORMATICA ഇൻഫോർമാറ്റിക്ക. എന്താണോ? അതൊരു ആ, സോഫ്റ്റ്വെയർ കമ്പനി ആയിട്ടാ കാണുന്നു. അല്ലല്ല, ഈ അതൊരു കോഴ്സ് ആയിട്ട് ഞാൻ കണ്ടേ. ടാബ്ലൂ ആൻഡ് ഇൻഫോർമാറ്റിക്ക എന്ന് പറഞ്ഞിട്ട്. അതെയോ? അതിൽ ETL എന്നൊക്കെ കണ്ടോണ്ടാ ചോദിച്ചേ. അത് ETL-നൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് തോന്നുന്നത്. ഇൻഫോർമാറ്റിക്ക കോഴ്സ് ടീച്ചേഴ്സ് ഡാറ്റ ഇന്റഗ്രേഷൻ, ETL, പ്രോസസ് ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് യൂസിങ്. ഓക്കെ, അതെനിക്ക് തോന്നുന്നത് മറ്റേ ഈ ഒരു പൈപ്പ് ലൈൻ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നുന്നത് ഇൻഫോർമാറ്റിക്ക എന്ന് പറയുന്നത്. ആ ഒരു ഡാറ്റ ഇന്റഗ്രേഷൻ, അതായത് നമുക്കിപ്പോൾ ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും ഫസ്റ്റ് ആ ഒരു ഡാറ്റ ഫ്ലോ വേണമല്ലോ. അപ്പൊ ആ ഒരു ഡാറ്റ ഫ്ലോ ആ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഇൻഫോർമാറ്റിക് എന്ന് തോന്നുന്നു. അപ്പോൾ പവർ BIയും ടാബ്ലോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് അതിന് മുമ്പേ ഒരു ഡാറ്റ കണക്ട് ചെയ്യണമല്ലോ. ആ ഒരു ഡാറ്റ ഫ്ലോ മൊത്തമായിട്ട് ആ. വരണമല്ലോ. അതിന് അല്ല, ഈ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. സാർ ഇപ്പൊ നാളെ MySQL കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു കണക്ടിങ് ഇന്റഗ്രേഷൻ എന്തെങ്കിലും ആണോ? ഇൻഫോർമാറ്റിക്ക അതിലുണ്ടോന്ന് അറിയില്ല, ജസ്റ്റ് പവർ BI ചെയ്ത് നോക്കട്ടെ. അതിൽ ഒരുപാട് ഡാറ്റ സോഴ്സ് ഉണ്ട്, എനിക്ക് അത്രത്തോളം ഫെമിലറൈസ് ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കി. ഇല്ല ഇല്ല, അങ്ങനെ ഒരു ഇതില്ല, കണക്ഷൻ ഇല്ല. എനിക്കൊന്നും ഒരു പ്ലാറ്റ്ഫോം പോലെയാണ് തോന്നുന്നത്. അതിന് ആ ഒരു മൊത്തം ഡെവലപ്മെന്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്, ഇൻക്ലൂഡിങ് സ്പെസിഫിക് ടൂൾ പവർ സെന്റർ, ക്ലൗഡ് സർവീസ്, അഡ്വാൻസ്ഡ് ഡാറ്റ ക്വാളിറ്റി, മാസ്റ്റർ ഡാറ്റ മാനേജ്മെന്റ്, ബിഗ് ഡാറ്റ. ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് കോഴ്സിന് കോൾ ചെയ്യുന്ന പേരാണെന്ന് തോന്നുന്നത് ഇൻഫോർമാറ്റിക്ക എന്നുള്ളത്. എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്താ. ഓക്കെ, ആ. ശരി.